ഈ കിട്ടിയൊരു എക്സ്ട്രാ ബെനിഫിറ്റ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അത് കൂടുതൽ ചിലവാക്കി കളയാതെ നോക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഇനി മുതൽ സ്റ്റോക്ക് അനാലിസിസ് ചെയ്യേണ്ട. ബഡ്ജറ്റ് ഭയങ്കര നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പ്രഖ്യാപനം നമ്മൾ ഓൾറെഡി ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് വേണം ഇനി ഏത് സെക്ടർ വേണം ആവറേജ് ചെയ്യാൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം, ഏതൊക്കെ സെക്ടേഴ്സാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ, പേഴ്സണൽ ടാക്സ് ഇൻക്രീസ് ചെയ്തതാണ്. 12 lakhs 7 lakhിൽ നിന്ന് 12 ലക്ഷത്തിലേക്ക് അത് ഉയർത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അല്ലേ. തീർച്ചയായിട്ടും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ജനത കാത്തിരുന്ന, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഈ ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ് നിർമ്മലാജീനെ എന്താ പറയാ നമ്മള് കുറ്റം പറഞ്ഞത് നിർമ്മലാജി തന്നെ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സ് ടെററിസം എന്ന് പറയുന്നത് മാറ്റി കൊടുത്തത് ആർക്കാണ്? മിഡിൽ ക്ലാസ്സിനാണെന്നുള്ളതാണ്. ഹയർ ഇൻകം വാങ്ങുന്ന ആൾക്കാർക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. അതെ അതെ. ലോവർ ഇൻകം വരുന്ന ആൾക്കാർക്കും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു ഗവൺമെൻറ് എംപ്ലോയീസ് IT സെക്ടറിലൊക്കെ ഹൈ സ്കെയിൽ അപ് ടു 12 lakh വരെ ഒരു വർഷം, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ആളുകൾക്ക് ഒരു വർഷം ഏകദേശം നിയർലി 2 ലക്ഷം രൂപയുടെ ടാക്സ് ഫ്രീ ആണ് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഇത് ഇവിടെ നമ്മൾ സാധാരണക്കാർ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മാസം 1 ലക്ഷം രൂപ വരെ ഇൻകം എന്ന് പറയുന്നത് വളരെ നോർമലായി മാറി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് കുറവ് ഇൻകം വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻകം കൂട്ടേണ്ട സാഹചര്യം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ഇനി മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? അതെ തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ചെറിയ രീതിയിൽ മുകളിലേക്ക് പോയി ആൻഡ് ദെൻ ഒരു സഡൻ ആക്ഷൻ താഴത്തേക്ക് വന്നു. അതിന് ശേഷം ചെറിയൊരു സപ്പോർട്ട് എടുത്താണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ പ്രത്യേകിച്ചൊരു ബുള്ളിഷ്നെസ്സോ ഒരു വെയർനെസ്സോ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് സാറ്റർഡേ ആയിരുന്നു, ബഡ്ജറ്റ് ഉള്ള ദിവസം. അതുകൊണ്ട് ആക്ടിവിറ്റീസ് കുറവായിരിക്കും. മേ ബി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മൺഡേ ആയിരിക്കും കാണാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത്യാവശ്യം ആക്ടിവിറ്റി ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സാറ്റർഡേ ആണെങ്കിൽ എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മൺഡേ ഒരു റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും FII സെല്ലിംഗ് നിൽക്കുമെന്നോ അല്ലെങ്കിൽ ടോട്ടൽ ഉണ്ടായിരുന്ന ബീറിഷ്നെസ് മാറുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് 24,000 മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യാതെ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഈ ബഡ്ജറ്റിലെ ഇമ്പാക്റ്റിൽ ചില സെക്ടേഴ്സ് ഇനി നമുക്ക് ബുള്ളിഷ്നെസ് കാണിക്കും. ഇന്ന് ഓൾറെഡി കാണിച്ചു തന്നു ചില. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് വേണം ഇനി ഏത് സെക്ടർ വേണം ആവറേജ് ചെയ്യാൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം, ഏതൊക്കെ സെക്ടേഴ്സാണ് നമ്മൾ ആവറേജ് ചെയ്യേണ്ടത്. മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ കാശ് വന്നാൽ എന്തൊക്കെയായിരിക്കും അവർ സ്പെൻഡ് ചെയ്യുന്നത്? ഇത്ര മാത്രം നമ്മൾ ആലോചിച്ചാൽ. അതെ തീർച്ചയായിട്ടും. ഈ ടാക്സ് കുറച്ച സ്ഥിതിക്ക് അവർ കുറച്ചുകൂടി സ്പെൻഡ് കൂട്ടാനുള്ള ചാൻസസ്, ലക്ഷറി ലൈഫിലോട്ട് അവർ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. നമ്മുടെ ദുൽഖർ പറയുന്ന പോലെ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ പൈസ കളയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷറിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഫുഡും FMCG സെക്ടറിൽ അതിൻ്റെ ബൂസ്റ്റ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. ഡിമാർട്ട് ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ITC ആണെങ്കിലും ഗോദ്രേജ് ആണെങ്കിലും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും ബുള്ളിഷ്നെസ് ആണ് കാണിച്ചത്. ഇതുകൊണ്ടാണ്. രണ്ടാമത്തെ സെക്ടർ എന്താണ്? കാറ്, ഓട്ടോമൊബൈൽ. തീർച്ചയായിട്ടും എല്ലാവരും അടുത്ത നമ്മുടെ നീഡ് എന്ന് പറയുന്ന മിഡിൽ ക്ലാസിന്റെ നീഡ് കാറാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈലിൽ ഒരു ബൂസ്റ്റ് കാണാൻ പറ്റും. ഇനി മൂന്നാമത് FMCG പറഞ്ഞു, FMCG, ഓട്ടോ. മൂന്നാമത് ഞാൻ കാണുന്ന മറ്റൊരു സെക്ടർ ഈ പറയുന്ന ടൂർ ആൻഡ് ട്രാവൽസ് സെക്ടേഴ്സാണ്. നമ്മൾ ഈസി ട്രിപ്പിലൊക്കെ ആ ഒരു ബുള്ളിഷ്നെസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് മിഡിൽ ക്ലാസ്സിൻ്റെ കയ്യിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ അത്യാവശ്യം ലിക്വിഡിറ്റി വരും. ലോൺ റീപേയ്മെൻറ്റ് അടിപൊളിയാകും. EMI അടയ്ക്കാൻ എല്ലാവർക്കിടയിലും കാശ് കൃത്യമായിട്ട് വരും. കാരണം ഇൻകം ടാക്സ് അടയ്ക്കേണ്ട, ആ പൈസ എടുത്തിട്ട് EMI കൃത്യമായിട്ട് അടയ്ക്കാം. അതൊക്കെ ബാങ്കുകൾക്ക് ബൂസ്റ്റായിട്ട് വരേണ്ടതാണ്. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് ബാങ്കിങ് സെക്ടറിൽ ഇന്ന് കാണാനില്ല. ഗ്രാജുവലി അത് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്മോൾ ഫിനാൻസിലും അതുപോലെ നോർമൽ ബാങ്കിങ്ങിലും SBI കാർഡ് പോലുള്ള ക്രെഡിറ്റ് കാർഡ് സെക്ടറിലും ഒരു ബുള്ളിഷ്നെസ് വരേണ്ടതാണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ആക്ച്വലി അതൊന്ന് കാണാത്തതിൽ ഞാൻ സർപ്രൈസ്ഡ് കൂടിയാണ്. എന്തുകൊണ്ടാണ് ആ സെക്ടറിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തത് എന്നുള്ളത്. പിന്നെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രധാന സെക്ടർ ഡിഫൻസ് തന്നെയാണ്. ഈ തവണ ഡിഫൻസ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിൽ മക്കാൻ, നമ്മൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ, മക്കാൻ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ വിത്ത്, താമര വിത്ത്. അപ്പോൾ അത് ബീഹാർ
ബീഹാർ കർഷകരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജസ് അഗ്രികൾച്ചർ. അങ്ങനെ ബീഹാറിന് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ പാക്കേജസ്, മക്കാനയ്ക്ക് മാത്രമല്ല ബീഹാറിന് ചവറ് പോലെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, എയർപോർട്ടുകൾ. കാരണം ബീഹാറിൻ്റെ ഇലക്ഷൻ മാത്രമല്ല, ബീഹാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാധനം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ബീഹാറിന് ചവറ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് പിന്നെ നമ്മൾ കാണേണ്ടത് ഫിഷ് പ്രൊഡക്ട്സിന്, അതായത് അഗ്രി തന്നെ മുന്തിയ ഇനം സീഡുകൾക്ക് അവർ കൂടുതൽ റിസർച്ചിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഫിഷറീസിൽ കൂടുതൽ മത്സ്യ സമ്പത്ത് കയറ്റുമതി ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവാന്തി ഫീഡ് പോലുള്ള ആന്ധ്ര സ്റ്റോക്സും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അടിയിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആന്ധ്ര ബീഹാർ പ്രയോറിറ്റി ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ വിചാരിച്ച പോലെ റെയിൽവേയിലോട്ടോ ഒന്നും അത്ര വലിയൊരു അലോക്കേഷൻ വന്നില്ല എന്നുള്ളത് ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിലായിരിക്കും. ചില പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത ബഡ്ജറ്റിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞത് ഈ ബഡ്ജറ്റിൽ വന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു ഗവൺമെൻറ് ഒരു മാജിക്ക് കൊണ്ടുവന്നില്ല എങ്കിലും മാർക്കറ്റ് കൂടുതൽ കറക്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ മാർക്കറ്റിൽ ഗവൺമെൻറ് ആ മാജിക്ക് കൊണ്ടുവന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഈ നികുതി വർധനവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല ഈ വർഷം എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെൻറ് ആ ഒരു മാജിക്ക് നടത്തി മാർക്കറ്റിനെ പിടിച്ചു നിർത്തി. ഇതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് പൊട്ടാതിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട പ്രധാനം. നമ്മൾ സെക്ടർ വൈസ് അലോക്കേഷനും അവരുടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹിഡൻ പ്ലേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന MSME എക്സ്പാൻഷൻ കുറച്ച് ലിവറേജ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്രെഡിറ്റ് സർവീസുകൾ, ഫിൻടെക് സൊല്യൂഷൻസ്, സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് ടെക് പ്രൊവൈഡേഴ്സിനൊക്കെ ഇതുകൊണ്ട് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് ആണ്. ഇവർക്കൊക്കെ ഈ ഒരു ക്രെഡിറ്റ് കവറേജിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടാനുള്ള ബജാജ് ഫിനാൻസ് റീസെന്റ് നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എൻ്റെ ചാനൽ ഞാൻ എടുത്തിരുന്നു. ബജാജ് ഫിനാൻസ്. അതെ. പിന്നെ രണ്ടാമത് ഇങ്ങനത്തെ ഒരു ഹിഡൻ റിസൾട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് സപ്ലൈ ചെയിൻ ബൂസ്റ്റ്. ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇവരിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോജിസ്റ്റിക്സിലാണ് ഇത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലൂ ഡാർട്ട്, അതുപോലെ തന്നെ ആൽക്കാഗ്രോ ലോജിസ്റ്റിക്സിലൊക്കെ ഈ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രി പ്രൊഡക്ടിവിറ്റി ഗെയിൻസിൽ, കോട്ടൺസിലും മക്കാനയിലൊക്കെ ഉള്ള റിസർച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് കമ്പനികൾ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമുക്കൊരു പോസിറ്റീവ്നെസ് കാണാൻ. ഫെർട്ടിലൈസേഴ്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊരു ദീപാവലി പിക്കായിട്ട് എടുത്തൊരു സ്റ്റോക്കാണ്. അതിനുശേഷം ഒരു നല്ലൊരു ഹൈക്ക്, ഒരു ദിവസം 18% കൂടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ആഗ്രി സ്റ്റോക്സ് തന്നെ റൂറൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രാക്ടർ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ഓൾറെഡി ഓട്ടോമൊബൈലിൻ്റെ പോസിറ്റീവ്നെസ് പ്ലസ് ട്രാക്ടറിൻ്റെ പോസിറ്റീവ്നെസ്. ഫുഡ് പ്രോസസ്സിംഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ITCക്കും അതുപോലെ തന്നെ അവാന്തി ഫീഡ്സിനും അവാന്തി ഫീഡ്സിനും നമുക്ക് ഒരു ഇതുണ്ട്. പിന്നെ ഗവൺമെൻറ് മാറ്റിവെച്ച മറ്റൊരു ന്യൂക്ലിയർ എനർജി എക്സ്പാൻഷനാണ്. ചെറിയ ന്യൂക്ലിയർ പ്ലാന്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അതിൽ നമ്മൾ കാണേണ്ടത് L&Tനെയും BHELനെയാണ് നമ്മൾ ആ 2 സെക്ടറിൽ ഒരു ബുള്ളിഷ്നെസ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂറിസം ഗ്രോത്ത് ആണ്. അത് റീജിയണൽ കണക്ടിവിറ്റി, ഉഡാൻ എന്ന് പറയുന്ന റീജിയണൽ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്ലാൻസ് ആണ്. 120 ഡെസ്റ്റിനേഷൻസിനെ റീജിയണൽ കണക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള എയർപോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ നമുക്ക് ഇന്ത്യ ഹോട്ടൽ, ലെമൺ ട്രീ ഹോട്ടൽസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഔട്ട്പുട്ടിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇൻഡിഗോ, പുതിയ എയർപോർട്ടുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇൻഡിഗോനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാം. പ്ലസ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് സ്വന്തമായി ഒരു AI ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് 500 കോടിയാണ് സ്വന്തമായിട്ട് ഇന്ത്യക്ക് വേണ്ടി AI റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ലാത്തതിനേക്കാൾ എത്രയോ ഭേദമാണ്. പിന്നെ നമ്മൾ 500 കോടി എന്ന് പറയുമ്പോൾ ചുമ്മാ കാണണ്ട, നമ്മൾ മംഗളയാൻ ചെയ്ത് അതിനേക്കാൾ ചിലവ് കുറഞ്ഞിട്ടല്ലേ. അപ്പോൾ നമുക്കിടെ കോസ്റ്റ് ഓഫ് സാലറി ഒക്കെ വെച്ച് നമുക്ക് US ചിലവാകുന്ന അത്ര പൈസ കൂടെ ചിലവാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 500 കോടി വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് AI ഡ്രിവൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര AI ആൻഡ് ഡിജിറ്റൽ സ്കിൽ ടെക്നിക് കമ്പനിയാണ്. അതുപോലെ തന്നെ
പല സോഫ്റ്റ്വെയർ TCS ഉൾപ്പെടെ പല സോഫ്റ്റ്വെയർ കമ്പനികൾക്കും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും IT സെക്ടേഴ്സിലൊരു ബൂം, അതും ട്രംപിൻ്റെ ഇതും കൂടി നമുക്ക് നല്ലൊരു ബൂം IT-യിൽ എക്സ്പെക്ട് ചെയ്യാം അല്ലേ ഈ വർഷം? IT-യിൽ കുറച്ച് സ്വിങ്സ് ഉണ്ടാവും ഈ തവണ, പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ച് മാർക്കറ്റിൽ കൊടുക്കും. ഇതാണ് ഞാൻ കുറച്ച് മെയിൽ നോക്കിയത്. പിന്നെ നമ്മൾ ലെതർ സെക്ടറിലൊക്കെ നോക്കുമ്പോൾ മിർസ ഇൻ്റർനാഷണലൊക്കെ ഉണ്ട്, പക്ഷേ ആ സ്റ്റോക്കുകളൊന്നും അത്ര സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ സ്റ്റോക്കൊക്കെ മുകളിൽ പോകുമായിരിക്കും. മിർസ ഇൻ്റർനാഷണലൊക്കെ എല്ലാ തവണയും ലെതറിന് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് വരുമ്പോൾ ആ കമ്പനി കയറി പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ബീറിഷ്നെസ് സ്വിച്ചിട്ട മാതിരി തിരിയാൻ പോകുന്നൊന്നുമില്ല. ഗ്രാജുവലി FIs ഇനിയും സെല്ല് ചെയ്യും. ഞാൻ പറയുക, നമ്മുടെ ട്രംപും മോദിയും നേരിട്ട് കണ്ട് സംസാരിക്കുന്നവരെയും ഒരു പക്ഷേ FIs കൂടുതൽ സെല്ല് ചെയ്തേക്കാം. ആ ഒരു സംസാരത്തിന് ശേഷം ഇന്ത്യയിലോട്ട് എന്തെങ്കിലും ട്രേഡ് ബ്ലോക്ക് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എങ്കിൽ കൂടുതൽ ഏറ്റവും വലിയ കാര്യം ഈ ഒരു ചേഞ്ചോട് കൂടി ഇന്ത്യയുടെ GDP ഗ്രോത്ത് 10% എന്നാണ് നിർമ്മലാജി പറഞ്ഞത്. 10 എത്തുമോ എന്നുള്ള കേസിൽ ഐ ഡോണ്ട് നോ എന്ന് തന്നെയാണ് എനിക്ക് അറിയാം. പക്ഷെ എത്തട്ടെ, ഇന്ത്യ ആ ഒരു ബൂസ്റ്റ്. പക്ഷേ ഇവിടെ സാധാരണക്കാർ ഇതെല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുമോ എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം നമുക്ക് നമ്മുടെ ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ റേറ്റ് കട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഇൻഫ്ലോ വന്നതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് ഇനി കൊണ്ടുവരില്ല. കാരണം ഇനി ഇൻഫ്ലേഷൻ പിന്നെയും കൂടിപ്പോകും, കൺട്രോളിലോട്ട് നിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. മാർക്കറ്റിന് ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടെക്നിക്കലി മാർക്കറ്റ് ബീറിഷ്നെസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാൽ FMCG സെക്ടർ, ഓട്ടോ സെക്ടറിലൊക്കെ നമുക്കൊരു പക്ഷേ ഒരു റിവേഴ്സൽ കാണാൻ സാധിക്കും. പിന്നെ സെബിയുടെ റീസെൻ്റ് ആയിട്ടുള്ള റൂളിനെ കുറിച്ചുകൂടി നമുക്ക് പറയാനുണ്ട്. അതായത് ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ഇനി മുതൽ സ്റ്റോക്ക് അനാലിസിസ് ചെയ്യേണ്ട. ഉറപ്പായിട്ടും ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സെബി രജിസ്ട്രേഷൻ കാര്യങ്ങളിലോട്ട് പോകേണ്ടി വരും. നമുക്ക് അതിൻ്റെതായ പ്രൊസീജിയേഴ്സിലോട്ട് പോവാം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത്തരത്തിൽ. പക്ഷേ ചാർട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതിലാണ് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നമ്മൾ അനാലിസിസിൽ സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യുമ്പോൾ 3 month പഴയ ഡാറ്റ വെച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ അങ്ങനെ ട്രേഡൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. എന്തിന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പോലും നമ്മൾ ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ, നല്ല രീതിയിൽ റൈറ്റ് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സിവിൽ രജിസ്ട്രേഷനിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സിലോട്ട് പോകും. നമ്മൾ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ വിത്തിൻ 3 to 6 months നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് കുറച്ചും കൂടി അവർ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് സിവിൽ രജിസ്ട്രേഷൻ എടുക്കാൻ അവർ അതിനുള്ള എൻട്രി സ്മൂത്ത് ആക്കുകയാണ് ചെയ്തത്. കൂടുതൽ ആൾക്കാർ ലീഗലൈസ് ആവട്ടെ എന്നാണ് സെബി പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പാണ് നമ്മളും അത് ലീഗലൈസ് ചെയ്ത് തന്നെ ചെയ്യാം എന്ന് തന്നെയാണ്. ഏറ്റവും രസം, എത്ര സെബി രജിസ്ട്രേഡ് അനലിസ്റ്റുമാർക്ക് ട്രേഡ് ചെയ്യാനും മാർക്കറ്റ് നോക്കാൻ അറിയും എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇൻഫ്ലുവൻസ് എങ്ങനെ നല്ല ഇൻഫ്ലുവൻസിങ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതെ, നമുക്ക് ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ അറിയണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം ആരും തന്നെ ഒരു സ്റ്റോക്ക് മേടിക്കാൻ പാടില്ല. അവരുടേതായ റിസർച്ച് അവർ നടത്തണം. അവർ അത്തരത്തിലുള്ള സ്റ്റോക്ക്. പക്ഷേ കൂടുതൽ ഇങ്ങനെയുള്ള സജഷൻസ് വരുന്നത് ത്രൂ ടെലഗ്രാംസ് ആണ്. യൂട്യൂബിലൊന്നും അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള സജഷൻസ് കുറവാണെന്നാണ്. ഒത്തിരി നോർത്ത് ഇന്ത്യ, തമിഴ് സൈഡിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി ചാനൽസിനെ ഞാൻ കാണുന്നുണ്ട്. ഇവരൊക്കെ ഒത്തിരി ടിപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചുമ്മാ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് സ്റ്റോക്ക് നമ്മൾ എത്ര നാൾ മേടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോട്ടറി അടിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും കാശാരാവാൻ പോകുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിർമ്മലാജിക്ക് വലിയൊരു സല്യൂട്ടാണ് കൊടുക്കാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഡേ ആയിരുന്നു. ഇന്ന് നമുക്ക് മൺഡേ മാത്രമല്ല, സിൽബി പറഞ്ഞ മാതിരി പച്ചയും ചുമപ്പയും സാരി എല്ലാം എടുത്തു. സമാധാനത്തിന്റെ വെള്ള സാരിയാണ്, പക്ഷേ ചുമന്ന ബ്ലൗസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നു. എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് ഭയങ്കര നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രഖ്യാപനം വളരെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു 30 സെക്കൻഡോളം വലിയ കരഘോഷത്തോടു കൂടിയാണ് ആ പ്രഖ്യാപനത്തിനെ ഞാൻ വിചാരിച്ചു നിർമ്മലാജിക്കാരൻ്റെ വരെയായിരിക്കും പാർലമെന്റ് എതിരേറ്റത് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനും കുറച്ച് നാളത്തേക്ക് സൈലൻ്റ് ആയിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇത് വലിയ റിലീഫ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ അല്ലേ പറഞ്ഞപ്പോൾ ഒരു ഞാൻ ഇപ്പം എൻ്റെ അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കര സർപ്രൈസ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ രണ്ടാളും സർപ്രൈസ്ഡ് ആയി. അതൊക്കെ പോസിറ്റീവാണ്.
എനിക്ക് മനസ്സിലാവുന്നത് ഈ വരുന്ന എക്സ്ട്രാ കാശ് ഇതിനേക്കാൾ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്ത് ഒരു സേവിങ്സ് ഇല്ലാതെ ആക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ട് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഫ്യൂച്ചറിലോട്ട് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. എല്ലാവരും ഈ കിട്ടിയ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, അത് കൂടുതൽ ചിലവാക്കി കളയാതെ നോക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. കൂടുതൽ ആൾക്കാർ ചെയ്യാതിരിക്കുന്നതും അത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെയാണ് നമ്മൾ ആവറേജ് ചെയ്യേണ്ടത്. ചവറ് പോലെ എല്ലാം ആവറേജ് ചെയ്യാൻ നിൽക്കണ്ട, കറക്റ്റായിട്ട് സെക്ടർ വൈസ് നോക്കി സെക്ടർ റൊട്ടേഷൻ നടത്തേണ്ട സമയം കൂടിയാണ്. കാരണം ഈ ഒരു FMCGയിലെ ഇമ്പാക്റ്റ് ഇല്ലേ, ഒരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ആവുന്ന ഇമ്പാക്റ്റ് അല്ല. അടുത്ത 3, 4, 5 ക്വാർട്ടറിലോട്ട് FMCGയിലും ഓട്ടോയിലും ഈ പോസിറ്റീവ്നെസ് കണ്ടേക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് അവലോകനമായിരുന്നു. മോർ കാര്യങ്ങൾ നമുക്കിനി വരും പോഡ്കാസ്റ്റുകൾ സംസാരിക്കാം. സോ വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.